2 വർഷമായി മണലൂർ പഞ്ചായത്തിലെ കണ്ടശാങ്കടവ് താനാപാടത്തെ 110 ഏക്കർ കൃഷിപ്പാടം തരിച്ചിട്ട മണലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച കേരള കർഷക സംഘം കാരമുക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനാപാടത്ത് നെൽകൃഷി ഇറക്കി പ്രതിഷേധിച്ചു. പഞ്ചായത്ത് ഈ നെൽപ്പാടം കൃഷിയോഗ്യമാക്കുന്നതുവരെയും താനാപാടത്ത് വ്യത്യസ്ത സമരങ്ങൾ തുടരുമെന്ന് കർഷക സംഘം നേതാക്കൾ അറിയിച്ചു. മണലൂർ പഞ്ചായത്ത് ഇടപെട്ട് ജലസേചനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാത്തത് മൂലമാണ് ഇവിടെ കൃഷിയിറക്ക് അവസാനിപ്പിച്ച് കർഷകർക്ക് തരിച്ചിടേണ്ടി വന്നതെന്നും കൃഷിയിറക്കാത്തതിന്റെ പേരിൽ ഇവിടെ നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉള്ളതായും ഭൂഗർഭജലത്തിൽ ഉപ്പ് കലർന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കാട്ടിയാണ് കേരള കർഷക സംഘം കൃഷിയിറക്കൽ സമരം സംഘടിപ്പിച്ചത്. തെക്കുവശത്തുകൂടി വർഷകാലത്തെ അധിക ജലം കരിക്കുടി റൂട്ടിലെ പാലം ചീപ്പ് വഴി പുഴയിലേക്ക് ഒഴുക്കുക, താനാപാടം ഇരുപ്പൂ കൃഷി ഭൂമിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കേരള കർഷക സംഘം സമരരംഗത്തിറങ്ങിയത്. ഞായറാഴ്ച രാവിലെ നടന്ന കൃഷിയിറക്കൽ പ്രതിഷേധ സമരം കേരള കർഷക സംഘം തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി വി ഹരിദാസൻ ഞാറുനട്ട് ഉദ്ഘാടനം ചെയ്തു. കേരള സംഘം മണലൂർ ഏരിയ സെക്രട്ടറി വി എൻ സുർജിത് അധ്യക്ഷനായി. ടി വി ബാലകൃഷ്ണൻ, വി വി സജീന്ദ്രൻ, വി വി പ്രഭാത്, പി ആർ മുരളീധരൻ എന്നിവർ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേരളത്തിൽ തരിശുരഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ്. അതിന് കർഷക സംഘം വലിയ പ്രാധാന്യം കൊടുക്കുക. നമ്മൾ തീരുമാനിച്ചത് ഇപ്പോൾ കേരളത്തിലെ ഒരു നിയോജക മണ്ഡലം തരിശുരഹിത മണ്ഡലമായി മാറ്റുക എന്നുള്ളതാണ്. ഒരു മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് തരിശുരഹിത പഞ്ചായത്തായി മാറ്റുക എന്നുള്ളതാണ്. അതിൻ്റെ നടപടിക്രമങ്ങളും അതിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിലെ ഒരു മണ്ഡലം നമ്മളിതിന് തെരഞ്ഞെടുത്തു. നമ്മുടെ മണ്ഡലത്തിലെ എളവള്ളി ഗ്രാമപഞ്ചായത്താണ് തരിശുരഹിത പഞ്ചായത്തായിട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്.